അമിഗോസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലോൺ മൂവർ യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. പലർക്കും അറിയത്തില്ല ലോൺ മൂവർ എങ്ങനെയാ യൂസ് ആക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പെട്രോൾ ഒഴിക്കുന്ന തൊട്ട് ഫുൾ കാര്യങ്ങൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണ് നമ്മുടെ ഗാർഡൻ. ഈ ഗാർഡനിൽ ഫുള്ളായിട്ട് നല്ല രീതിക്ക് പുല്ല് പിടിച്ച് കിടക്കുവാണ്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പൊ ഈ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് ഇത് കുട്ടപ്പനാക്കി എടുക്കുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് 4 സ്ട്രോക്ക് എൻജിൻ ലോൺ മൂവർ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പെട്രോളും ഓയിലും ഇട്ട് യൂസ് ആക്കാൻ പറ്റും. ഇതാണ് പെട്രോൾ ഒഴിക്കേണ്ട ഇത്, കാരണം ഇതിന്റെ ചിഹ്നമുണ്ട് കണ്ടോ പെട്രോളിന്റെ. പിന്നെ ഇവിടെ ഒരു സൈഡിൽ കുഞ്ഞ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു അടപ്പുണ്ടല്ലോ, അത് തുറന്നാണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. അപ്പൊ ഇത് 4 സ്ട്രോക്ക് ലോൺ മൂവർ ആയതുകൊണ്ട് ഇതിന് 4 സ്ട്രോക്ക് ലോൺ മൂവർ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. ഈ സ്റ്റിക്കിനൊരു അളവുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ അളവുണ്ടോ, ഇത്രേ ആകാവുള്ളൂ ഓയിൽ ഒഴിക്കുമ്പോൾ. അപ്പൊ ഇതിന് ആവശ്യത്തിന് നന്നായിട്ട് പെട്രോൾ ഒഴിക്കണം, കറക്റ്റ് അളവില്. പെട്രോളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കുറച്ച് പെട്രോൾ കിടപ്പുണ്ട്, പക്ഷെ ഇച്ചിരിയും കൂടെ ഒഴിക്കണം. അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ പെട്രോളിന്റെ. നമുക്കിത് പോകാതെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഇത്രയും പെട്രോൾ ഓടാനുള്ളത് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കെപ്പോഴും വൃത്തി മുഖ്യമാണ്, കാരണം ഇതിന്റെ അകത്തോട്ട് വല്ലതും ഇംപ്യൂരിറ്റീസ് ചെന്ന് കഴിഞ്ഞാൽ എൻജിൻ കേടായി അടിച്ചു പോകും. ഇത് കറുത്ത ചലന്തിവല പോലെ കിടക്കുന്ന ഈ കൂട് കണ്ടോ, ഇതിന്റെ അകത്തോട്ടാണ് നമുക്ക് ലോൺ മൂവറിന്റെ കറുത്ത ചലന്തിവല പോലെ കിടക്കുന്ന ഈ കൂടിനകത്തോട്ടാണ് ലോൺ മൂവർ യൂസ് ആക്കുമ്പം വന്ന് അടിയുന്ന പുല്ല് മൊത്തം ഇതിനകത്താണ് വരുന്നത്. അപ്പൊ നമ്മൾ യൂസ് ആക്കി കഴിഞ്ഞാൽ പുല്ല് ഫുൾ എടുത്ത് മാറ്റിയിട്ട് വേണം ഇതൊന്നും കൂടി ഇട്ട് ഓടിക്കാൻ. ഈ പാനൽ കാണുന്നത് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത അതാണ് ആക്സിലേറ്റർ. ഇങ്ങനെ പിടിച്ചാണ് ഇത് നമ്മൾ ഓടിക്കുന്നത്. ഇനി ഇത് കിക്കർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ്. ഇതിന് കിക്കർ സ്റ്റാർട്ടർ എന്ന് പറയും. ഇത് പഴയ ഓട്ടോറിക്ഷ ഒക്കെ കിക്കർ സ്റ്റാർട്ട് ചെയ്യുന്നാൽ ഇതിങ്ങനെ വലിച്ച് നല്ല ശക്തിയിൽ വലിച്ച് 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 വേണം സ്റ്റാർട്ട് ആക്കാൻ. കുറെ നാൾ യൂസ് ചെയ്യാത്ത ലോൺ മൂവർ ആണെങ്കിൽ ഇവൻ സ്റ്റാർട്ട് ആക്കുമ്പോൾ കിച്ച് കിച്ച് കാണും. അപ്പൊ അത് മാറാൻ നമ്മൾ ഈ ചോക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ വേറൊരാള് കിക്കർ സ്റ്റാർട്ട് ചെയ്ത് വലിക്കുകയും ചെയ്യും. സ്റ്റാർട്ട് ആവാൻ നല്ല ശക്തി വേണം. ആക്സിലേറ്റർ പ്രസ് ചെയ്തോണ്ട് ഞാനതൊന്ന് വലിക്കാൻ പോകും. നല്ലൊരു ബൈസപ്പ് വർക്കൗട്ട് ആവും ഇത്. ലോൺ മൂവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അമിഗോസ്, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അതായത് നമ്മുടെ പുല്ലിന് കട്ടിക്കൂടുതലാണെങ്കിൽ അതിന്റെ ലെവൽ ഈ ലിവർ മാറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 25 ഇടുമ്പോൾ ഇത്രയും താഴും. 33 നമുക്കിപ്പോ 50 ഇട്ടാൽ മതി. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് പുല്ലിട്ടാൻ പറ്റും. ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് മുക്കുന്നതിനനുസരിച്ച് ഈ സാധനം താഴും, പുറകോട്ടാക്കുന്നതിനനുസരിച്ച് ഇത് ഇച്ചിരി പൊങ്ങി വരും. എൻഡില് വരുമ്പോ നമ്മൾ ഇത് പൊക്കിയിട്ട് വേണം ഇങ്ങനെ തിരിക്കാൻ. അതിന്റെ അടിയിൽ ബ്ലേഡ് ആണ്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇത് പൊക്കി കറക്റ്റ് ലെവൽ അനുസരിച്ച് ഇങ്ങനെ ഇട്ടിട്ട് അപ്പൊ ഈ ബ്ലാക്ക് ചലന്തി കൂടെ നമ്മൾ തുറന്നു കഴിയുമ്പോ ഇത് കണ്ടോ, ഇത് മൊത്തം വെട്ടിയ പുല്ലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ പുല്ല് നമുക്ക് ഇതുപോലെ ഒരു ബ്ലാക്ക് ബാഗിനകത്താക്കി ബ്രൗൺ ബിൻ കമ്പോസ്റ്റിനകത്ത് ഇടണം. അതുപോലെ പിടിച്ചിട്ട് സാധനം ഇതിങ്ങനെ പുഷ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഈ ക്ലിപ്പ് ഇങ്ങനെ ഊരുക. ഇത് ഊരി കഴിയുമ്പം ഫുള്ള് പുല്ല് കിട്ടും. ഇത് താത്തി ഇതിന്റെ അകത്തുനിന്ന് കൈയിട്ട് നമ്മൾ ഈ ബ്ലാക്ക് ബാഗിനകത്തോട്ട് ആക്കിയിട്ട് ഇത് കമ്പോസ്റ്റ് ആൻഡ് ഫുഡ് വേസ്റ്റ് ബ്രൗൺ ബിന്നിനകത്ത് ഡിസ്പോസ് ചെയ്യണം. 2 പേരുണ്ടെങ്കിൽ ഈ ജോബൊക്കെ ഭയങ്കര ഈസി ആവും കേട്ടോ. ഒരാളെ കൊണ്ടും ചെയ്യാൻ പറ്റും. ചരന്തി കൂടെ നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പൊ അതിന് ഇത് തുറന്നിട്ട് ഇതുണ്ടോ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുക. ഈസി കേട്ടോ, ലൈറ്റ് വെയിറ്റ് ബേബി.
അമിഗോസ്. അപ്പൊ നമ്മൾ ഈ പുല്ല് ചെത്തുന്ന ലോൺ മൂവറും കൊണ്ട് ചെത്തിയാലും അറ്റത്ത് ഇങ്ങനെ കുറച്ച് കഷ്ണമൊക്കെ ബാക്കി ഇങ്ങനെ നിൽക്കും, ഒരു വൃത്തി മനയില്ലാതെ. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു സിസേഴ്സ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വെച്ചാൽ ലോക്കായി, ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത് ലോക്ക് മാറും. ഇതും കൊണ്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം. എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി ജിംബോഡി ആണേലും ഇങ്ങനെ പിടിച്ചോണ്ടാണ് ഇത് വെട്ടേണ്ടത്. അതിനുള്ള ആരോഗ്യം ഇല്ലാത്തോണ്ട് ഞാൻ ചെയ്യുന്നത് ഇതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് 2 കൈയും കൊണ്ട് അങ്ങനെ അങ്ങ് വെട്ടിച്ചു വിടും കേട്ടോ. ഹലോ അമിഗോസ്, നമ്മള് നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ സൈഡ് വശത്തിലുള്ള ഓരോന്നും ഞാൻ തന്നെ ഒരു കത്രിയും കൊണ്ട് വെട്ടിയതാണ്, നേരത്തെ കാണിച്ച സിസേഴ്സും കൊണ്ട്. വളരെ കുട്ടപ്പനായി. അപ്പോ ഇതിവിടെ UK-ല് ഒരു മെയിൻ പ്രതിഭാസമാണ്. നമ്മള് ഒരു സമ്മർ ടൈം വിന്റർ ആകുമ്പോൾ എപ്പോഴാണോ പുല്ല് ഏകദേശം ഈ ഒരു ഹൈറ്റിൽ വളർന്നു കഴിയുമ്പോഴത്തേക്കിനും അവനെ വെട്ടി ഈ ഒരു ആംഗിൾ ഇതിൽ ആക്കി നിർത്തുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അടിച്ചു പൊട്ടിക്കുക. കമന്റ് ബോക്സിൽ എനിക്ക് ഐഡിയാസ് തരിക എന്തായിട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയൊരു വീഡിയോ ആയിരിക്കും. ബൈ.